ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉള്ളൊരു അസുഖത്തെക്കുറിച്ചാണ്. പലപ്പോഴും രോഗികൾ നമ്മൾക്ക് വന്ന് പറയുന്നത് ഒഫ്താൽമോളജിസ്റ്റ് കണ്ണ് ഡോക്ടറിലായിരിക്കും അവർ പോകുന്നത്. അവരുടെ ലക്ഷണം കണ്ണിൽ കുറച്ച് പൊടിയിട്ട പോലെ തോന്നുന്നു, കണ്ണിൽ മണ്ണ് വാരി എറിഞ്ഞ പോലെ തോന്നുന്നു, കരികരിപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, പീലടഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. ഒഫ്താൽമോളജിസ്റ്റിലേക്ക് അവർ പോയി. ഒഫ്താൽമോളജിസ്റ്റ് പറഞ്ഞു, കണ്ണ് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണിൽ ഡ്രൈനസ് ആണ്, കണ്ണുനീര് കുറവാണ്, അതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. വേറെ കുറേ ആളുകളുണ്ട്, അവരുടെ ലക്ഷണം പലപ്പോഴും വാ ഉണങ്ങുന്നു. ഇവർ പലപ്പോഴും നന്നായിട്ട് സംസാരിക്കേണ്ട പ്രൊഫഷനുള്ളവർക്ക് വളരെയധികം വാ ഉണങ്ങുന്നു, വീണ്ടും വീണ്ടും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അത് ഷുഗറും പല അസുഖങ്ങളിലും വരാം. ഷുഗറൊന്നും ഇല്ല, പക്ഷേ എൻ്റെ വാ ഭയങ്കരമായിട്ട് ഉണങ്ങുക ഡോക്ടർ. രാത്രിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും രാത്രി ഒരു 4-5 പ്രാവശ്യം എഴുന്നേറ്റ് വെള്ളം കുടിക്കണം. സംസാരിക്കുമ്പോൾ തന്നെ ഡ്രൈനസ് വരും. ചപ്പാത്തി കഴിക്കുമ്പോഴാണെങ്കിൽ കുറേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ചപ്പാത്തി ഡ്രൈ ഫുഡാണല്ലോ. അപ്പോൾ അതിൽ ചപ്പാത്തിയും നമ്മൾ ചെറിയ സബ്ജി എടുത്ത് കഴിക്കാൻ പോവുകയാണെങ്കിൽ അവർ പറ്റുന്നില്ല, വീണ്ടും വീണ്ടും ഗ്ലാസ്സുകളിൽ വെള്ളം കുടിക്കണം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാ ഒട്ടുന്നു. അതോടൊപ്പം തന്നെ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡെൻറ്റിസ്റ്റിലേക്ക് പോകുന്നു. വീണ്ടും വീണ്ടും നമുക്ക് കേരീസ് ടൂത്ത് ഉണ്ടാകുന്നു. കേരീസ് ടൂത്ത് എന്നത് പല്ലിന് കേട് വരുന്നു, പല്ലിൽ ഫില്ലിംഗ് കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഇതെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കണ്ണുനീരും ഉമിനീരും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു ലെവൽ കുറവാണെന്നുള്ളതാണ്. ഈ ഒരു ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ ലക്ഷണങ്ങൾ സാധാരണ ഭാഗത്തിൽ കാണുന്നത്. കണ്ണ് ഡ്രൈ ആകുക, വായ ഡ്രൈ ആകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം. അതുകൂടാതെ ഉമിനീർ ഗ്രന്ഥികളോ കണ്ണുനീർ ഗ്രന്ഥികളോ ഒക്കെ വീർത്ത് വരാം. പരോട്ടിഡ് ഗ്ലാൻഡ് എസ്പെഷ്യലി കുറച്ച് വീർത്ത് വരാം ഇവർക്ക്. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഇവിടുത്തെ ഗ്ലാൻഡ് വീർത്ത് വന്നു, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ കുറഞ്ഞ് 2 ആഴ്ച മാറി. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പുറത്തെ വീർത്ത് വരുന്നു. ഇതെല്ലാം ജോഗ്രൻ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളാണ്. അതൊക്കെ കുറച്ച് പേഴ്സൻറ്റേജിൽ കാണുന്ന ലക്ഷണം. കോമൺ ആയിട്ട് കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണം കണ്ണിൽ ഡ്രൈനസ് ആണ്, അല്ലെങ്കിൽ വായിൽ ഡ്രൈനസ് ആണ്. വേറെ കുറേ ആളുകൾക്ക് മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ സന്ധികളിൽ വേദന ഉണ്ടാകാം, ദേഹമാകസകലം വേദന ഉണ്ടാകാം, ഫൈബ്രോമയാൽജിയ പോലെ വരാം, അല്ലെങ്കിൽ ഇത് ചിലർക്ക് ലങ്സിന് ബാധിച്ച് ചുമയായിട്ട് വരാം, ചിലർക്ക് കിഡ്നിയിൽ പ്രോട്ടീൻ പോകുന്ന വരാം. അതൊക്കെ ജോഗ്രൻ സിൻഡ്രോമിൻ്റെ കുറവുള്ള ലക്ഷണങ്ങളാണ്. കൈകാല് പെരുപ്പായിട്ട് വരാം. പക്ഷേ കോമൺ ആയിട്ടുള്ള ഫസ്റ്റ് ലക്ഷണം യൂഷ്വലി ഒരു 95% ആളുകളിലും കണ്ണും വായും ഡ്രൈ ആകുന്നതാണ്. മറ്റ് ഡിസീസിനെ പോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖം തന്നെയാണ് ജോഗ്രൻ സിൻഡ്രോം. അതുപോലെ ഉമിനീർ ഗ്രന്ഥികളെയും അതുപോലെ കണ്ണുനീർ ഗ്രന്ഥികളെയും എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയും. ആ സന്ധികളെ ആ ഒരു ഗ്ലാൻസിനെ ബാധിക്കുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജോഗ്രൻ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ 20, 25, 30 വയസ്സുള്ള കുറേ അധികം ആളുകൾക്ക് ഈ ജോഗ്രൻ സിൻഡ്രോം ഉണ്ട്. ആൻറ്റില എന്ന് പറയുന്ന 2 ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ജോഗ്രൻ സിൻഡ്രോം ഉണ്ടെന്ന്. 60% പേരിൽ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ബാക്കി 40% പേരിൽ ഈ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവായിരിക്കും. അവർക്ക് നമുക്ക് ഇവിടുന്ന് ചെറിയൊരു ബയോപ്സി പോലെ ഇവിടുന്ന് ചെറിയൊരു സലൈവറി ഗ്ലാൻഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ട് കാലത്ത് ഇതിൻ്റെ ബയോപ്സി ചെയ്ത് കഴിഞ്ഞാലും അത് കണ്ടുപിടിച്ച് കറക്റ്റായി ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു എക്സ്പേർട്ടീസ് നമ്മുടെ നാട്ടിലേക്ക് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ അത് എക്സ്പേർട്ടീസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു, വളരെ എക്സ്പേർട്സ് വന്നു, ഇത് കൂടുതൽ ബയോപ്സികൾ ചെയ്തു തുടങ്ങി. അതുപോലെ അൾട്രാസൗണ്ട് പരോട്ടിഡ് ഗ്ലാൻഡ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ 1-2 കൊല്ലമായിട്ടാണ് അൾട്രാസൗണ്ട് ചെയ്തു തുടങ്ങി. ഒരു പുതിയ മെത്തഡോളജിയാണ്. ഇവിടുത്തെ ചെറിയ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് എത്രമാത്രം നീർക്കെട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ജോഗ്രൻ സിൻഡ്രോം കണ്ടുപിടിക്കുന്നതിൻ്റെ എണ്ണം കൂടി. എന്തുകൊണ്ടാണ് നമ്മൾ ജോഗ്രൻ സിൻഡ്രോം ആദ്യഘട്ടത്തിൽ കണ്ടുപിടിക്കേണ്ട? ഒന്നാമത്തെ കാര്യം, ഇത് അസുഖമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ ഡ്രൈനസ് അല്ലെങ്കിൽ കൂടി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, ഇവർക്ക് സാധാരണ ESR കൂടുതലായിരിക്കും. ജോഗ്രൻ സിൻഡ്രോമുള്ള ബഹുഭൂരിഭാഗം ആളുകൾക്കും ESR 30 കൂടുതലാകാനാണ് സാധ്യത. പിന്നെ ഇവർക്ക് ഡ്രൈനസ് കാണും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ANA ടെസ്റ്റ് ചെയ്യുക, അതിൽ ആൻറ്റിലോ പോസിറ്റീവ് ആയിരിക്കും. അത് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ അൾട്രാസൗണ്ട് ചെയ്ത് ഇവിടെ ചെറിയ ബയോപ്സിയും ചെയ്ത് കഴിഞ്ഞാൽ ജോഗ്രൻ സിൻഡ്രോം ഉണ്ടോ എന്ന് നമുക്ക് ഡെഫിനറ്റായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഈ ഉമിനീർ ഗ്രന്ഥികളും കണ്ണുനീർ ഗ്രന്ഥികളും മാത്രമല്ല ഇവർക്ക് ബാധിക്കുന്നത്, ഇവർക്ക് സന്ധികളിൽ വേദന ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ റിസർച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഫൈബ്രോമയാൽജിയ പോലെ വളരെ കൂടുതൽ ആളുകൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ദേഹം മൊത്തം വേദനയാണ്. ഇവർ DSR നമ്മൾ നോക്കുമ്പോൾ 50-60 ആണ്. നമ്മൾ വിചാരിക്കും പേശിവാദമാണ്, ഫൈബ്രോമയാൽജിയ എന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ നോക്കുമ്പോഴാണ് ഇവർ കണ്ണിൽ ഡ്രൈനസ് ഉണ്ട്, വായിൽ ഡ്രൈനസ് ഉണ്ട്, കുറേ നാളായിട്ടുണ്ട്. അവർക്ക് നമ്മൾ ബയോപ്സിയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ജോഗ്രൻ സിൻഡ്രോമാണ്, അല്ലെങ്കിൽ ANA ചെയ്യുമ്പോൾ ANA പോസിറ്റീവാണ്. അപ്പോഴാണ് നമ്മൾ ജോഗ്രൻ സിൻഡ്രോം ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു, അതിന് ട്രീറ്റ് ചെയ്ത് തുടങ്ങുന്നു, ഇവരുടെ വേദന എല്ലാം കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വളരെ അണ്ടർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 100 പേരെ എടുക്കുകയാണെങ്കിൽ ഒരു 100-ൽ ഒരാൾക്ക് വെച്ചെങ്കിലും ഒരു അപ്രോക്സിമേറ്റ്ലി ഈ ജോഗ്രൻ സിൻഡ്രോം ഉണ്ടെന്നാണ് വേൾഡിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്റ്റഡീസ് കൃത്യമായി നടന്നു വരുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മുടെ നാട്ടിലും അത് ഡിഫറൻ്റ് ആകേണ്ട കാര്യമില്ല. ഇത് അണ്ടർ റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട്, അണ്ടർ ഡയഗ്നോസ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കാൻ താമസിക്കുന്നത്.